Hello guys, welcome to the series 3 IIT JAM Chemistry 2023 question paper solving videos. In first series we are discussed 1 to 10 questions. In second video discussed question number 11 to 15. In this video series 3 we are going to discuss question number 16 to 20 series 3. Let's go to the questions. This is the question number 16. It is from organic chemistry. You can see one reactant above arrow there is diazomethane and below arrow copper sulfide. 4 options are also given. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡയറക്ട്ലി ടേക്കൺ ഫ്രം ദ ഓർഗാനിക് കെമിസ്ട്രി കാരത്തസ് എന്ന് ഡയറക്റ്റായിട്ട് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ റിയാക്ഷൻ? ഫസ്റ്റ് ദ ഡൈസോമീഥേൻ, ഇവിടെ കൊടുത്തേക്കുന്ന ഡൈസോമീഥേൻ ഓൺ റിയാക്ഷൻ വിത്ത് കോപ്പർ സൾഫേറ്റ് നമ്മൾക്ക് കിട്ടുക ദ റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് കാർബൺ. Carbene is a reactive intermediate which is considering as an electron deficient species. നമ്മൾ കാർബൺ CH2 രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ, രണ്ട് റാഡിക്കൽ പോലെ രണ്ട് ഇലക്ട്രോൺ ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ H2ക്ക് പകരം COOMe C രണ്ട് ഇലക്ട്രോൺ കാർബൺ. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്. കാർബൺ ഈസ് ഫോംഡ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ദ ഫോംഡ് കാർബൺ ഈസ് റിയാക്ടിങ് വിത്ത് നമ്മൾക്ക് ഇവിടെ ഒരു സൾഫർ കോമ്പൗണ്ടാണ് ഉള്ളത്. സൾഫറിൻ്റെ ഒരു ആൽക്കീൻ ബോണ്ട് ഉണ്ട്, സൾഫർ ഉണ്ട്. സൾഫർ ആൽക്കീൻ ആയിട്ടുള്ള ഒരു റിയാക്റ്റൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പം സൾഫർ പറഞ്ഞാലും ഓക്സിജൻ്റെ ഇറ്റ് ഈസ് സിറ്റുവേറ്റിംഗ് ജസ്റ്റ് ബിലോ ദ ഓക്സിജൻ ഇൻ പീരിയോഡിക് ടേബിൾ മീൻസ് ഇറ്റ് ഹാസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ സൾഫർ ഈസ് കൺസിഡറിങ് ആസ് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഈ കാർബൺ അൺപെയർഡ് ഇലക്ട്രോണിലെ കാർബൺ ഈസ് കൺസിഡറിങ് ആസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് കാർബൺ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ദ സൾഫർ ഈസ് donating its lone pair of electron to carbon and forming a sulfur carbon bond. When this sulfur carbon bond is formed, the sulfur is losing its electron and that is why it is attaining a positive charge. നമ്മൾ കാർബൺ നോക്കുകയാണെങ്കിൽ ദ കാർബൺ ഈസ് അറ്റൈനിങ് അല്ലെങ്കിൽ അക്വയറിങ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം സൾഫർ ആൻഡ് ഇറ്റ് ഈസ് അറ്റൈനിങ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദിസ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. നമുക്ക് സെയിം കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്നിങ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ദിസ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് സൾഫർ ലൈഡ്. ഇതിനാണ് നമ്മൾ സൾഫർ ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഈ ഒരു പ്രോഡക്റ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിലും സിമിലർ ദിസ് പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ. അപ്പോൾ ഇവിടെ നടക്കുന്ന റീഅറേഞ്ച്മെൻറ്റ് എന്നുള്ളത് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ സൾഫറിന് നമ്മൾ ഫസ്റ്റ് നമ്പറിങ് കൊടുക്കുന്നത്, നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബണിന് സെക്കൻഡ് നമ്പറിങ് കൊടുക്കുന്നത്. തിരിച്ച് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ആൽക്കീനിക് ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കീൻ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ സൾഫറിൻ്റെ തൊട്ട് നെക്സ്റ്റുള്ള കാർബണിന് ഫസ്റ്റ് നമ്പർ കൊടുക്കുന്നത്, ആൽക്കീൻ കാർബണിന് 2-3 നമ്പറിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 2-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റിൽ ഈ സൾഫർ കാർബൺ ബോണ്ട്, ഈ ഫസ്റ്റ് സൾഫറും ഫസ്റ്റ് കാർബണും, ഈ സൾഫർ ഫസ്റ്റ് കാർബൺ ബോണ്ട് ഈസ് അണ്ടർഗോയിങ് ബ്രേക്കിംഗ് ആൻഡ് എ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദിസ് സെക്കൻഡ് കാർബൺ ആൻഡ് തേർഡ് കാർബൺ. ഇപ്പോൾ 2 ഇവിടെ ഞാൻ നമ്പറിങ് ചെയ്ത 2 കാർബണിൻ്റെ ഇടയിലും 3 കാർബണിൻ്റെ ഇടയിലും ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ദിസ് വൺ ഈസ് നോൺ ആസ് 2-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് ചാർജ് കാർബണിലത്തെ നെഗറ്റീവ് ചാർജ് ഈസ് മൈഗ്രേറ്റഡ് ടു തേർഡ് കാർബൺ. അപ്പോൾ തേർഡ് ആൻഡ് സെക്കൻഡ് കാർബണിൻ്റെ ഇടയിലത്തെ പൈ ബോണ്ട് ഈസ് ഷിഫ്റ്റഡ് ടു 2-3 പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കാർബണിലും സൾഫറിൻ്റെ ഇടയിലുള്ള ബോണ്ട് സൾഫറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് ഡബിൾ ബോണ്ട് ഈസ് മൈഗ്രേറ്റഡ് ടു 1-2 പൊസിഷൻ. 1-2 പൊസിഷനിലേക്ക് ഡബിൾ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്യും. സൾഫറിൽ ഫിനൈൽ ഗ്രൂപ്പാണ് വരിക. സൾഫറിൽ ഫിനൈൽ ഗ്രൂപ്പ് 2 ബോണ്ട്, സൾഫറിൽ ഫിനൈൽ ഗ്രൂപ്പും ഇവിടെയുള്ള ഈ ഗ്രൂപ്പും. അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ദ പ്രോഡക്റ്റ് സിമിലർ ടു ദിസ് ഈസ് ബി. അപ്പോൾ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ഫിസിക്കൽ കെമിസ്ട്രി, അഡ്സോർപ്ഷൻ. സർഫസ് കെമിസ്ട്രിയിലാണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഓൺ എ സോളിഡ് സർഫസ് ഫോളോ ദി Langmuir isotherm. If Ka/Kd is equal to 1 bar inverse, the fraction of adsorption sites occupied by the gas at equilibrium under 2 bar pressure of the gas at 25 degrees Celsius ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Langmuir adsorptionലത്തെ Langmuir constant is equal to Ka divided by Kd.
കെ എ എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് കെ ഡി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡീസോർപ്ഷൻ. അപ്പോൾ അഡ്സോർപ്ഷൻ്റെയും ഡീസോർപ്ഷൻ്റെയും കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോ ആണ് കോൺസ്റ്റൻറ്റ് കെ, ലാങ്മയർ കോൺസ്റ്റൻറ്റ് കെ. അതിന് നമ്മൾക്ക് അറിയേണ്ടത് ഫ്രാക്ഷൻ ഓഫ് അഡ്സോർപ്ഷൻ. ഫ്രാക്ഷൻ ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഡിനോട്ടഡ് ആസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു കെ പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ പി, വെർ കെ ഈസ് ദി ലാങ്മയർ കോൺസ്റ്റൻറ്റ്, പി ഈസ് ദ ടോട്ടൽ പ്രഷർ. ഇവിടെ പി എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 2 ബാറാണ് തന്നിട്ടുണ്ട്, 2 ബാറാണ് തന്നിട്ടുണ്ട്. കെ എ ബൈ കെ ഡി 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ 2/3. അപ്പോൾ ദ ആൻസർ ഈസ് 2/3. Next question is also from physical chemistry. This question is from solution side. അപ്പോൾ നോക്ക്, the vapor pressure of a dilute solution of a non-volatile solute and the vapor pressure of the pure solvent at the same temperature are P and P star respectively. അപ്പോൾ P star എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യോർ സോൾവെൻറ്റും P എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ് when solute is added to it. അപ്പോൾ എപ്പോഴും പ്യോർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഈസ് മോർ ദാൻ ദ വേപ്പർ പ്രഷർ ഓഫ് ഇറ്റ്സ് സൊല്യൂഷൻ. അപ്പോൾ പി സ്റ്റാർ മൈനസ് പി, അതാണ് അവിടെയില്ലേ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. പി സ്റ്റാർ മൈനസ് പി ഡിവൈഡഡ് ബൈ പി സ്റ്റാർ എന്ന് പറയുന്നതിന് നമ്മൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ് പറയാം. അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. Any colligative property is directly proportional to the mole fraction of the solute. Mole fraction of the solute. അപ്പോൾ അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ ആൻസർ ഇസ് ഡി മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. അപ്പോൾ പി സ്റ്റാർ മൈനസ് പി ഡിവൈഡഡ് ബൈ പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, which is a colligative property which is directly proportional to the mole fraction of the added solute to the solvent. Next question is question number 19. The volume of water in ml required to be added to a 100 ml solution aqueous 0.1 molar of a weak acid HA at 25 degrees Celsius to double its degree of dissociation is. By HA എന്ന് പറഞ്ഞാൽ it is a weak acid, its dissociation constant Ka is already given. But this question is from also physical chemistry, ionic equilibrium. നമുക്ക് നോക്കാം how to solve this problem. അപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ എ ബൈ സി അല്ലെങ്കിൽ കെ എ ഡിവൈഡഡ് ബൈ സി ഹോൾ റെസ്റ്റ് ടു ഹാഫ് റൂട്ട് ഓഫ് കെ എ ബൈ സി ആണ്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്, സി പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നോക്ക്, ദ വോളിയം ഓഫ് വാട്ടർ ml റിക്വയർഡ് ടു ബി ആഡഡ് ടു എ 100 ml solution of a weak acid to double its degree of dissociation. അതാണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറഞ്ഞാൽ 100 ml വാട്ടറിൽ ഈ ആസിഡിൻ്റെ എച്ച് എന്ന് പറഞ്ഞ ആസിഡ് ഇൻ 100 ml വാട്ടറിൽ വാട്ട് ഈസ് ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഐ ടേക്ക് ഇറ്റ് ആസ് ആൽഫ 1 വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇതെങ്ങനെ കാണാം റൂട്ട് ഓഫ് കെ എ ബൈ സി. സി പറഞ്ഞാൽ 100 ml വാട്ടറിൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, അതിന് ഞാൻ C1 എടുക്കുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് കെ എ ഡിവൈഡഡ് ബൈ C1. ഇനി എനിക്കറിയേണ്ടത് ഡബിൾ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വെൻ ഇറ്റ് ഈസ് ഡയലൂട്ടഡ്. അപ്പോൾ ആൽഫ 2 എന്ന് പറഞ്ഞാൽ ഡബിൾ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അപ്പോൾ ഡബിൾ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറഞ്ഞാൽ ആൽഫേൻ്റെ ഡബിൾ 2 ആൽഫ ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. റൂട്ട് ഓഫ് കെ എ ഡിവൈഡഡ് ബൈ C2. റൂട്ട് ഓഫ് കെ എ ഡിവൈഡഡ് ബൈ C2 എന്ന് പറഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ആസിഡ് വെൻ ഇറ്റ് ഈസ് ഡയലൂട്ടഡ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ 1/2 ആൽഫ 1/α2 പറഞ്ഞാൽ ആൽഫ ഡിവൈഡഡ് ബൈ 2 ആൽഫ equal to root of Ka divided by C1 divided by root of Ka divided by C2. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ബൈ 2 ആൽഫ 1/2 കിട്ടും. C2 ബൈ C1 റൂട്ട് ഓൾ റേസ് ടു ഹാഫ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് C2 ബൈ C1 കിട്ടും. അപ്പം നമ്മളിതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1/2 ആണ്, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1/4 ഈക്വൽ ടു C2 ബൈ C1 കിട്ടും. അപ്പം നമ്മൾക്ക് കാണേണ്ടത് C2 കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ C2 എന്ന് പറഞ്ഞാൽ C1 ഡിവൈഡഡ് ബൈ 4 ആണ്. C1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 0.1 മോളാർ തന്നിട്ടുണ്ട്. 0.1 മോളാർ ഡിവൈഡഡ് ബൈ 4, 0.1 മോളാർ ഡിവൈഡഡ് ബൈ 4 അവിടെ പോയിന്റ് ഇടാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ്
അപ്പോൾ നമ്മൾക്ക് C2 കോൺസെൻട്രേഷൻ കിട്ടി. നമ്മൾക്ക് അറിയേണ്ടത് വോളിയം ഓഫ് വാട്ടർ ആഡഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോർമാലിറ്റി ഇക്വേഷനാണ്, മൊളാരിറ്റി ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. V1 M1 = V2 M2. V1 പറഞ്ഞ വോളിയം ഓഫ് ദ ഫസ്റ്റ് സൊല്യൂഷൻ, M1 പറഞ്ഞാൽ മൊളാരിറ്റി ഓഫ് ദി ഫസ്റ്റ് സൊല്യൂഷൻ, V2 പറഞ്ഞ വോളിയം ഓഫ് ദി സെക്കൻഡ് സൊല്യൂഷൻ, M2 പറഞ്ഞാൽ മൊളാരിറ്റി ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ. അപ്പോൾ 100 ml ആണ് ഫസ്റ്റ് സൊല്യൂഷൻ്റെ വോളിയം, അതിൻ്റെ നോർമാലിറ്റി 0.1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി V2 വോളിയം V2 ആണ്, അതിൻ്റെ നോർമാലിറ്റി 1/4 ആണെന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. 1/4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം V2 എന്നുള്ളത് 400 കിട്ടും. അപ്പോൾ ടോട്ടൽ വോളിയം V2 ആണ് 400 ആയിട്ട് കിട്ടുക. ടോട്ടൽ വോളിയം V2 400. അപ്പോൾ നമ്മളിതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ milliliter required to be added to a 100 ml വാട്ടർ. അപ്പോൾ ഓൾറെഡി 100 ml അവിടെ ഉണ്ട്. ആ 100 ml എത്ര വാട്ടർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് 400 ആവുക. അല്ലാണ്ട് ടോട്ടൽ വോളിയം ആഡഡ് ആണ് കാണേണ്ടത്, ടോട്ടൽ വോളിയം എത്ര എന്നുള്ളതല്ല കാണേണ്ടത്. ഓൾറെഡി അവിടെ 100 ml വോളിയം ഉണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ കാണുക വെച്ചാൽ 400 ആണ് ടോട്ടൽ വോളിയം വേണ്ടത്, ഓൾറെഡി 100 ml അവിടെ ഉണ്ട്. അപ്പോൾ 400 - 100 which is equal to 300. അപ്പോൾ the answer is 300. The next question is, the following diagram is obtained in a pH metric titration of a weak dibasic acid H2A with a strong base. The point the best represents HA- concentration is equal to A2- concentration. അപ്പോൾ ഇതാണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പോൾ ദിസ് ഈസ് ആൾസോ എ ക്വസ്റ്റ്യൻ ഫ്രം ഫിസിക്കൽ കെമിസ്ട്രി. pH ടൈട്രേഷൻ, വീക്ക് ആസിഡ്, വീക്ക് ബേസ്, ആ ഒരു സെക്ഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ദ വീക്ക് ഡൈബേസിക് ആസിഡ് H2A പറഞ്ഞാലാണ് വീക്ക് ഡൈബേസിക് ആസിഡ്. ഇറ്റ് ഈസ് ഓൺ റിയാക്ടിങ് വിത്ത് എ സ്ട്രോങ് ബേസ്. OH- is a strong base. Then OH- is subtracting a proton from this weak acid H2A and it is converting into H2O plus HA-. അപ്പോൾ ഇത് ആസിഡ് ബേസ് റിയാക്ഷൻ, ആസിഡ് പ്ലസ് ബേസ് ഗിവിങ് വാട്ടർ പ്ലസ് HA-. അപ്പോൾ ആസിഡും ബേസും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടാം. അപ്പോൾ ഇവിടെ H2O വാട്ടറാണ്, HA- നമ്മൾക്ക് സാൾട്ടായിട്ട് കൺസിഡർ ചെയ്യാം. HA- സാൾട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഉള്ളത് HA- ഇതിൻ്റെ A-2 വരെ നമ്മൾക്ക് അയോണൈസ് ചെയ്യണം. അപ്പോൾ HA- എഗെയിൻ റിയാക്ടിങ് വിത്ത് സ്ട്രോങ്, ഇത് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. OH- സ്ട്രോങ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ OH- ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം OH- is subtracting again a proton from this HA- and it is converting into H2O plus A2-. ഇവിടെ നമ്മൾക്കിത് ആസിഡ് ബേസ് റിയാക്ഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A2- സാൾട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ബട്ട് A2- A2- ആണ്. നെഗറ്റീവ് ചാർജിൻ്റെ കോൺസെൻട്രേഷൻ വെരി ഹൈ ആണ്. അപ്പോൾ ഇറ്റ് വിൽ അബ്സ്ട്രാക്ട് എ പ്രോട്ടോൺ വെരി ഫാസ്റ്റ്ലി. അപ്പോൾ ഈ A2- ഈസ് അബ്സ്ട്രാക്ടിങ് എ പ്രോട്ടോൺ വെരി ഫാസ്റ്റ്ലി. ദി സ്പീഷീസ് ഈസ് അബ്സ്ട്രാക്ടിങ് പ്രോട്ടോൺ പറഞ്ഞാൽ A2- ഈസ് കൺസിഡറിങ് ആസ് എ ബേസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ളത് HA- കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു A2- കോൺസെൻട്രേഷൻ. അപ്പോൾ HA- ഞാൻ സാൾട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു, A2- ബേസായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ബേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സാൾട്ട്. ഈ ബേസ് A2- എന്നുള്ളത് H+ സബ്സ്ട്രാക്റ്റിംഗ് ആണ്, അല്ലാണ്ട് OH- റിലീസിങ് ബേസ് അല്ല, H+ സബ്സ്ട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു വീക്ക് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇത് അതിൻ്റെ സാൾട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ വീക്ക് ബേസ് സാൾട്ട് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബഫറാണ്. അപ്പോൾ ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഹൂസ് pH റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ഓൾമോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ pH കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ pH കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 2 റീജിയനാണ് ഉള്ളത്. ഒന്ന് P റീജിയനും ഒന്ന് R റീജിയനും. ഈ P റീജിയനിൽ നമുക്ക് HA- മാത്രമേ കാണാൻ പറ്റൂ. ഫസ്റ്റ് അയോണൈസേഷനാണ്. ആ ഫസ്റ്റ് അയോണൈസേഷൻ കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ OH ആഡ് ചെയ്യുമ്പോഴാണ് OH- കോൺസെൻട്രേഷൻ കൂടുമ്പോൾ pH ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ OH- കോൺസെൻട്രേഷൻ കൂടി ഒരു പർട്ടിക്കുലർ റേഞ്ച് കഴിയുമ്പോഴാണ് ഈ OH- എഗെയിൻ അബ്സ്ട്രാക്ടിങ് H+ ഫ്രം HA-. അപ്പോൾ നമ്മൾക്ക് കിട്ടുക HA- ഇൻ
HA മൈനസും A2 മൈനസും ഇൻ ഇക്വിലിബ്രിയത്തിൽ വരും. പറഞ്ഞ ബേസിക് ബഫർ കിട്ടും. ബേസിക് ബഫർ കിട്ടുമ്പോൾ എഗെയിൻ pH കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അപ്പോൾ മൊത്തം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ബേസ് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ pH എഗെയിൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബേസിക് ബഫർ റീജിയൻ എന്നുള്ളത് 6 6ലാണ് HA മൈനസിനെയും A2 മൈനസിനെയും കാണാൻ പറ്റുക. അപ്പോൾ ദ ആൻസർ ഈസ് സെയിം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. If you have any doubt or clarification, please comment. Thank you.